ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അതെ, തംബ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ മോൾക്ക് ഇന്ന് കാത് കുത്താൻ പോവാണ്. ഇപ്പോൾ ഒന്ന് കുത്തണമെന്ന് വിചാരിച്ചായിരുന്നില്ല, 1 വയസ്സാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ വേറെ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പം തന്നെ കുത്തുകയാണ്. മോൾക്കിപ്പോൾ 8 മാസം കംപ്ലീറ്റ് ആയിട്ട് 9-ാം മാസം തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ തന്നെ കുത്താമെന്ന് വിചാരിച്ചിട്ടാണ് പോണേ. ഇന്ന് വെള്ളിയാഴ്ച, അത് വെള്ളിയാഴ്ച എടുത്ത വ്ളോഗാണ്. പിന്നെ നമ്മുടെ ബറാത്ത് രാവ്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇന്ന് തന്നെ നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മൾ പാലക്കാട് ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് കാത് കുത്തണത്. നമ്മൾ ഗൺ ഷൂട്ടൊന്നല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ തട്ടാന വെച്ചിട്ട് പിന്നെ വെച്ചിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കുത്താൻ തന്നെയാണ് പ്ലാൻ ചെയ്ത്. നമ്മളോട് ഓൾറെഡി വേറെ ഇയറിംഗ് ഉണ്ട്, പക്ഷേ അത് ഇത്തിരി മോൾക്കിപ്പോൾ വലുതായിരിക്കും. സോ നമ്മൾ പോയി വേറൊരു ഇയറിംഗ് പുതിയത് സെലക്ട് ചെയ്തിട്ട് അത് തട്ടാനോട് കൊടുത്തിട്ട് വേണം നമുക്ക് കാത് കുത്താനായിട്ട്. സോ അപ്പോൾ ഞാനും മോളും ഇവിടെ നിന്ന് ബസ്സിലാണ് പോണത്. അവിടെ നിന്ന് ഉമ്മയും താത്തയും വരും, അവർ വേറെ വഴിക്കാണ്. അപ്പോൾ അവരങ്ങനെ വരും. സോ ഞാൻ ആദ്യം തന്നെ പോയി അവർ വരുമ്പോഴേക്കും ഇയറിംഗ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കടയിലെത്തി വേഗം തന്നെ, പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഇയറിംഗ് സെലക്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഉമ്മയും താത്തയൊക്കെ അവിടെ എത്തി. പിന്നെ ഇനി അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്മൽ കൊടുത്തിട്ട് കാത് കുത്താനായിട്ട് പോവാണ്. അപ്പോൾ ബില്ലൊക്കെ സെറ്റായി കഴിയുമ്പോഴേക്കും തട്ടാനും വന്നു. നമ്മൾ തട്ടാനോട് ഇയറിംഗ് കൊടുത്ത് പുള്ളിക്കാരൻ പിന്നെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് അതിലേക്ക് പിന്നൊക്കെ കുത്തി കയറ്റി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അപ്പോൾ നമ്മുടെ മോളുടെ കാത് കുത്തുന്ന പ്രൊസീജിയർ കാണാം. കുത്തുമ്പോഴുള്ളൊരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പറയും കുട്ടി വലുതാവും തോറും വേദന ഒരുപാടാവുന്നൊക്കെ. സൂചി വെച്ച് കുത്തല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പെയിൻ ആ കുത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റിൽ തന്നെ ആൾ സെറ്റായി. ആ പെയിന് പിന്നെ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന്. പിന്നെ നമ്മുടെ എല്ലാവർക്കും കുത്തുമുള്ള വേദന ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 പേരും കൂടിയിട്ട് വേറെ കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് 3 ആളും കൂടി പോവുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും ഓരോരോ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒരു കല്യാണമുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ വന്ന പരിപാടി കഴിഞ്ഞു. ഇയറിംഗ് കണ്ടില്ല മോൾക്ക്, നല്ല രസമുണ്ട്. ഇത്ര ദിവസം കാതിൽ കമ്മലില്ലാണ്ട് ആൺകുട്ടിയെ പോലെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. സോ നമ്മൾ വേഗം പോയി നമ്മൾക്കുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മളിനി വീട്ടിലേക്ക് പോവാം. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരുപാട് നേരം ആക്കിയില്ല, കാരണം മോൾക്ക് കാത് കുത്തിയതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കേണ്ടേ വന്നില്ല. വേഗം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോയി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.